റൂഫ് നമുക്ക് എടുത്തു കളഞ്ഞാൽ എന്താണ് എത്തിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ലോക്ക് മാറും കേട്ടോ. ഇതാണോ പൊക്കിയെടുക്കാം. അഴുക്ക് നല്ലോണം പോകുന്നുണ്ട്. വണ്ടി വാങ്ങിച്ചിട്ട് ഈ സാധനമൊന്നും അഴിച്ചിട്ടില്ല. അത്യാവശ്യം ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. വഴിയൊന്നുമല്ല, ജസ്റ്റ് ഇതൊന്ന് ക്ലീൻ ചെയ്ത് വിട്ടാണ്. തള്ളി നിൽക്കുന്നത് അത് ആദ്യം നമുക്ക് ഈ ഒരു ഇതിലേക്ക് കയറ്റി കൊടുക്കണം കേട്ടോ. ഈ സാധനം നമ്മളെ ഇന്ന് വന്നിരിക്കുന്നത് ഈ ഒരു വാഗണറിൻ്റെ ഒരു റൂഫിൽ വരുന്ന ഒരു ക്യാറില്ലേ, അത് നമുക്ക് ജസ്റ്റ് ഈ സൈഡ് ഞാൻ ടൈറ്റ് ചെയ്തായിരുന്നു. നമുക്കിനി അപ്പുറത്തെ സൈഡ് പോലും ടൈറ്റ് ചെയ്യാം. ഞാൻ ആദ്യം ഓർത്ത് ഈ ഒരു റൂഫ് നമുക്ക് എടുത്തു കളഞ്ഞാൽ എന്താണ്, പക്ഷെ അത് എടുത്തു കളയുമ്പോൾ ഒരു പ്രത്യേക ഒരു ലുക്ക് മാറുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഈ ഒരു സൈഡ് എങ്ങനെയാണ് എടുക്കണമെന്ന് നോക്കാം കേട്ടോ. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു പ്ലാസ്റ്റിക് ഇല്ലേ, ഈ ഒരു പ്ലാസ്റ്റിക് നമുക്ക് റിമൂവ് ചെയ്യണം. റിമൂവ് ചെയ്തതിന് ശേഷം മാത്രമേ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇത് വരുന്നുണ്ട്, ഒരു സ്ക്രൂ പോലെ വരുന്നുണ്ട്. ഇത് ഞാൻ ഓപ്പൺ ചെയ്തും കാണിച്ചു തരാം കേട്ടോ. നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ്. നമുക്ക് ഒരു റിങ്സും ഒരു സ്ക്രൂ ഡ്രൈവറും കൂടി വേണം, മൈനസ്. അത് നമുക്കൊരു 10-15 ഒരു റിങ്സും വേണം. അത് മാത്രം മതി. നമുക്കിത് ഇവിടെ ജസ്റ്റ് വെച്ചിട്ട് നമുക്ക് ആദ്യം ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ലോക്കുണ്ട്, ആ ലോക്ക് നമുക്ക് എടുക്കണം. അതൊക്കെ നോക്കാം. നമുക്ക് ഈ ഒരു ജസ്റ്റ് ഒന്ന് ഇതിൽ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് തിക്കിയാൽ മതി. ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് വായിച്ചിട്ട് തിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ലോക്ക് മാറും കേട്ടോ. ഇതുണ്ടോ, ജസ്റ്റ് ലോക്ക് മാറിക്കഴിഞ്ഞിട്ട് ഇതിലേക്കൊന്ന് പ്രസ് ചെയ്തെടുത്താൽ മതി. മാറി കഴിയുമ്പോൾ കണ്ടോ, ഇതാ ലോക്ക് വരുന്നത്. 116 കമ്പനി സാധനമാണോ, അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. ഇതാണ് ലോക്കിൻ്റെ ആ ഒരു സിസ്റ്റം വരുന്നുണ്ട്. ഇവിടെയാണ് നമുക്ക് ആ ഒരു ലോക്കിൻ്റെ ഈ ഒരു സാധനം വരുന്നത്. ഇത് ഈ ഒരു ഒത്തിരി നാളെ അയച്ചിട്ട്, അപ്പോൾ ജസ്റ്റ് ഒരു കുലുക്കമുണ്ട്. നോക്കാം. ഇത് ആദ്യം നിങ്ങളെ ഒന്ന് അഴിച്ച് കാണിച്ചു തരാം കേട്ടോ. ഇത് മൊത്തത്തിൽ ഞാൻ എടുത്ത് കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് അഴിക്കട്ടെ. നമുക്ക് തന്നെ അഴിക്കാനുള്ളൂ കേട്ടോ. ആ ഒരു ലോക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അഴിക്കാവുന്നതുള്ളൂ. നമുക്ക് ഇത് ലൂസ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ വെക്കാം. അതിനുശേഷം നമുക്ക് ഈ ഒരു മൈനസ് കൊണ്ടിട്ട് ഇവിടെയും കൂടി ഒന്ന് ആ ലോക്ക് എടുക്കാതെ, ലോക്ക് എടുക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് തിക്കി കൊടുത്താൽ മതി. തിക്കി കൊടുക്കുമ്പോൾ നോക്കണം, സൂക്ഷിക്കണം പെയിൻറ്റ് അതിൻ്റെ ഉള്ളിൽ കയറാത്ത രീതിയിൽ. ലോക്കെടുത്ത് ഈ സൈഡ് ലോക്കെടുത്തു. നമുക്ക് ഇവിടെ ഒന്ന് ജസ്റ്റ് തിക്കി കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ. ഇതും എടുത്ത് ജസ്റ്റ് ഒന്ന് പൊക്കിയാൽ മതി. ഇത് ഫ്രണ്ടിലാണ് കേട്ടോ. ലോക്ക് എടുക്കുമ്പോൾ നോക്കണം പൊട്ടിപ്പോരുത്. ഈ പ്ലാസ്റ്റിക്കൊക്കെ റയറാണ്. ജസ്റ്റ് ഇപ്പോൾ ഞാൻ തിക്കിയപ്പോൾ തന്നെ ഇവിടെ ചെറിയ സ്ക്രാച്ച് വീഴണം. ഇതാണ് ലോക്കിൻ്റെ വരുന്നത് കേട്ടോ. ഇത് 10-12 വർഷമായിട്ടും തുരുമ്പ് അങ്ങനെ ഒന്നും അടിച്ചിട്ടില്ല. വെള്ളം വീഴാത്തതുകൊണ്ട് ഇത് കവറിങ് ആയതുകൊണ്ട് ഇതിന് വലിയ പ്രശ്നം വരുന്നില്ല. നമുക്കിത് അഴിച്ചിട്ട് നോക്കാം കേട്ടോ. ഫസ്റ്റ് നമ്മളിപ്പോൾ അഴിച്ച് കഴിഞ്ഞാൽ കേട്ടോ. ഇതിപ്പോൾ ജസ്റ്റ് ഫോക്കസ് ഒന്ന് ചെയ്യട്ടെ. ജസ്റ്റ് ലൂസ് ചെയ്തിട്ടുണ്ട്. ഇതുണ്ടോ, ഈ ഒരു നെയിലിൽ മാത്രം വരും. നമുക്ക് ഫ്രണ്ടിൽ അഴിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമുക്ക് ബാക്കിൽ കൂടി ഒന്ന് നോക്കാവേ. ഇത് ഞാൻ അഴിച്ചു വെച്ചിരിക്കുമായിരുന്നു. അവിടെ തന്നെ ജസ്റ്റ് ഇതൊന്ന് പൊക്കാം കേട്ടോ. പൊക്കണത്തിൻ്റെ ഇതുണ്ടോ, നമുക്ക് ഫോക്കസ് ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് ഇതാണോ പൊക്കിയെടുക്കാം. അതേപോലെ നമുക്ക് ഈ ഒരു സൈഡ് പൊക്കിയെടുക്കാം. ഉണ്ടോ, ഇവിടെ അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ചിത്രം വർഷമായതുകൊണ്ട് നമ്മളിത് എടുത്തിട്ടില്ലല്ലോ.
ബാക്കിലും ഇത്രയും അഴുക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ജസ്റ്റ് നമുക്ക് തുടച്ചിട്ട് ഒന്നുകൂടി ഒന്ന് ടൈറ്റ് ചെയ്ത് വെക്കാം. ഇതാണ് ഈ സാധനം, ഇതാണ് റൂഫിൽ വരുന്ന സാധനം. ഫോക്കസ് ചെയ്ത് വേണ്ട, ഇത് ഞാൻ വെറുതെ ഒരു സ്റ്റിക്കർ ചെയ്തതാണ് കേട്ടോ, ഒരു ഭംഗിക്ക് വേണ്ടി സ്റ്റിക്കർ ചെയ്തതാണ്. ഇത് സാധനം, ഇതിൻ്റെ ഉള്ളിലൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കോട്ടിങ് വരുന്നുണ്ട്. നമുക്ക് കുറച്ച് അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ജസ്റ്റ് നമുക്ക് ക്ലീൻ ചെയ്യാം. അപ്പോൾ ഇതില്ലാതെ ജസ്റ്റ് നോക്കുവാണെങ്കിൽ ഈ ഒരു സൈഡ് ഉണ്ടോ, ഒരു മുട്ട പോലെ വന്നാലും നല്ല ക്യൂട്ടാണ്. പക്ഷേ ഇതിൻ്റെ ഈ ഒരു നെറ്റിൻ്റെ ഈ ഒരു സാധനം കണ്ടോ, ഇത് നമുക്ക് ഒരിക്കലും കട്ട് ചെയ്യാൻ പറ്റത്തില്ല. അത് ഉള്ളിൽ നിന്ന് തന്നെ എടുത്ത് കളയണം. അത് അകത്തുനിന്ന് വരുന്നതുകൊണ്ടേ റൂഫിൻ്റെ ഇൻറ്റീരിയറിൽ ആ ഒരു സംഭവങ്ങളൊക്കെ എടുത്ത് മാറ്റിയാൽ മാത്രമേ നമുക്ക് ഈ ഒരു നെറ്റ് എടുത്ത് കളയാൻ പറ്റുള്ളൂ. ഈ ഒരു സാധനം ഇല്ലാത്തത് ഇല്ലാതെ നിൽക്കുന്നതും നല്ലതാണ്, പക്ഷേ അത് വെക്കുന്നത് തന്നെ ബെറ്റർ. ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യട്ടെ അവിടെ. അപ്പോൾ നോക്കാം, ജസ്റ്റ് ഒരു തുണിയുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്ക് ഈ പൈപ്പിൽ ചെന്നിട്ട്, ഇത് ജപ്പാൻ വെള്ളമാണ് കേട്ടോ, ജസ്റ്റ് വെള്ളം എടുത്തൊന്ന് ജസ്റ്റ് ഒന്ന് തുടക്കാം. ഇത് ജസ്റ്റ് ചുമ്മാ ഒന്ന് ചെയ്തതാണ് കേട്ടോ, ഞാനിതൊന്ന് ഷെയ്ഡ് ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചെയ്തതാണ്. നമുക്കിനിയിപ്പം ഇവിടെ കൂടി ഒന്ന് നോക്കാം. ഇവിടെ നല്ല അഴുക്കുണ്ട്. അഴുക്ക് നല്ലോണം പോകുന്നുണ്ട്. വണ്ടി വാങ്ങിച്ചിട്ട് ഈ സാധനമൊന്നും അഴിച്ചിട്ടില്ല. അപ്പം ജസ്റ്റ് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്താണ്. ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഈ ഒരു സൈഡും കൂടി ജസ്റ്റ് ഒന്ന് ക്ലീൻ ആകട്ടോ. നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാം. പക്ഷേ ഇത് ഇച്ചിരി അഴുക്കും കാര്യങ്ങളുള്ളതാണ്. വണ്ടിയുടെ ഇവിടെ വെച്ച് തന്നെ ചെയ്യും. ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കോട്ടിങ് വരുന്നത്. നമുക്കിവിടെ പ്ലാസ്റ്റിക്കിൻ്റെ കോട്ടിങ് വരുന്നുണ്ട്. ഇവിടെയും നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് ഇടാം. ജസ്റ്റ് താഴത്തും ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് ഇടാം. അത്യാവശ്യം ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സൈഡും കൂടി ഇനിയിപ്പം ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാം. ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തു. നമുക്ക് ഇവിടെയും കൂടി ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാം. ഈ ഒരു കവറും കൂടി നമ്മൾ തുടച്ചു കേട്ടോ. തുടച്ച് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. അതേപോലെ ഇത് തുടച്ചിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഇനിയിപ്പം ഇത് നമുക്ക് വെക്കാം കേട്ടോ. ജസ്റ്റ് ഇത് ഒരു ഇൻഫർമേഷനായിട്ടുള്ള വീഡിയോ ഒന്നുമല്ല, ജസ്റ്റ് ഇതൊന്ന് ക്ലീൻ ചെയ്ത് വിട്ടാണ്. ജസ്റ്റ് ഇപ്പോൾ ഈ ഒരു ഇതിൽ ജസ്റ്റ് ഒരു ഇളക്കം ഉണ്ടായത്. നമ്മളിത് പിടിക്കുമ്പോൾ ഒരു കുടുക്കം ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് ടൈറ്റ് ചെയ്യാനും കൂടിയാണ് ഞാനിത് എടുത്തത് കേട്ടോ. ഈ ഒരു പ്ലാസ്റ്റിക്കൊക്കെ എടുക്കുമ്പോൾ സൂക്ഷിക്കണം, പൊട്ടിപ്പോരും. ആ ലോക്കൊക്കെ കറക്റ്റായിട്ട് നോക്കിയിട്ട് വേണം നിങ്ങൾ എടുക്കാൻ. ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തുന്നുള്ളൂ. ഇതിൻ്റെ സ്ക്രൂവും കാര്യങ്ങളൊക്കെ 10 കേട്ടോ വരുന്നത്. സ്ക്രൂ ഒക്കെ 10 കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ നമുക്കൊരു ഈ ഒരു 2 സാധനം മതി. ഒരു മൈനസും ഒരു റിങ്സും ഒരു മൈനസും ഉണ്ടെങ്കിൽ നമുക്കിത് ജസ്റ്റ് ഒന്ന് അഴിച്ചെടുക്കാവുന്ന കാര്യമുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിത് വെക്കുന്നതിന് മുമ്പായിട്ട് ഒരു ഫോട്ടോ എടുക്കാം. ഫ്രണ്ട്സ്, നമ്മളിത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതിലേക്കൊന്ന് വെക്കാം കേട്ടോ. വെക്കുവാണെങ്കിൽ കറക്റ്റായിട്ട് ആ ഒരു നോക്കിയിട്ട് വെച്ചാൽ മതി. എന്നിട്ട് കറക്റ്റാക്കി വെച്ചിട്ട് ഫോക്കസ് കറക്റ്റല്ല കേട്ടോ. അതുകൊണ്ടാണ് നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റാത്തത്. ഞാനൊരു 2 ഫോണും ഇതുണ്ടോ നമ്മൾ കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. ഫോക്കസ് കറക്റ്റായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ കവർ വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വെക്കാം. ഇനിയിപ്പോൾ ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്യാനുണ്ട് കേട്ടോ. ടൈറ്റ് ചെയ്തിട്ട് നമുക്ക് വെക്കാം. ഇത് വലിയ ഇൻഫർമേഷൻ ആയിട്ടുള്ള വീഡിയോ ഒന്നുമല്ല, ജസ്റ്റ് ഒന്ന് ലൂസായിട്ട് ഫീൽ ചെയ്ത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്കാണെങ്കിലും വാഗണറോ അങ്ങനെയുള്ള എന്തെങ്കിലും പ്രൊഫൈലൊക്കെ ഉള്ളവർക്ക് ജസ്റ്റ് ടൈറ്റ് ചെയ്ത് നോക്കാം. ലൂസ് ഉണ്ടെങ്കിൽ ഇതേപോലെ എന്തെങ്കിലും ടൈറ്റ് ചെയ്തൊക്കെ നോക്കാം. അപ്പോൾ ഈ ഒരു സ്ക്രൂ ഇട്ടതിന് ശേഷം നമുക്ക് നല്ലോണം ടൈറ്റ് ചെയ്തെടുക്കാം. നമുക്ക് ഫ്രണ്ടിൽ ഇട്ട് കൊടുക്കാം.
നല്ലൊരു ഇത്രയും വർഷമായില്ലേ, 10-12 വർഷമാകാൻ പോകുന്നു. അപ്പോൾ ഇത് കമ്പനി ഫിക്സ്ഡ് ആണ്. കമ്പനി ഫിക്സ് ചെയ്ത സാധനമാണ്. നമ്മൾ ജസ്റ്റ് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അപ്പോൾ നമുക്കിനിപ്പോൾ 10-15 റിങ്സ് ഉപയോഗിച്ചിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. എന്ന് വെച്ചത് ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും ലീക്കൊന്നും വരാൻ പാടില്ല നമ്മുടെ ഉള്ളിലേക്ക്. ഓക്കേടെ, അത് ലീക്ക് വരാതിരിക്കാൻ വേണ്ടി നല്ലൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കും. നമുക്ക് ഫ്രണ്ടിൽ അതേപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കും. ഫ്രണ്ടിൽ അത്യാവശ്യം ടൈറ്റായി കേട്ടോ. ഫ്രണ്ടിൽ അത്യാവശ്യം ടൈറ്റായി. ഒന്നുകൂടി ഒന്ന് ടൈറ്റായി. ഓക്കെ, അതിനുശേഷം നമുക്ക് ഈ ഒരു കവർ എടുത്തിട്ട് ജസ്റ്റ് അതിലേക്ക് വെച്ചിട്ടൊന്ന് കറക്റ്റ് ലോക്ക് കറക്റ്റാണെന്ന് നോക്കിയിട്ട് ഈ ഒരു ബാക്കിലായ ഒരു സാധനം കണ്ടോ, ഇത് നമ്മുടെ ഉള്ളിലേക്ക് ജസ്റ്റ് ഒന്ന് കയറ്റി കൊടുക്കണം. അത് കയറ്റി കൊടുത്തതിന് ശേഷം മാത്രം ഒന്ന് ജസ്റ്റ് അത് പിന്നെ പോകണം. അത് കറക്റ്റായിട്ട് നമ്മൾ ആ ബാക്കിലേക്ക് എടുത്തു കൊടുത്ത് ശേഷം ഒന്ന് അടിച്ചാൽ മാത്രം മതി. അത് കറക്റ്റായിട്ട് ഇരുന്നു. നമുക്ക് ബാക്കിലും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് നോക്കാം. ബാക്കിൽ നല്ലോണം ഒന്ന് ടൈറ്റ് ആയിട്ടുണ്ടാവും. ടൈറ്റിങ്ങിലൊരു ഇതും കണ്ട, നല്ലോണം ടൈറ്റ് ചെയ്ത് തന്നെ കൊടുക്കുന്നത്. വൈബ്രേറ്റിംഗ് ആയിക്കഴിഞ്ഞാൽ വണ്ടിയിൽ ഭയങ്കര സൗണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. ഓക്കെ, അതിനുശേഷം നമ്മൾ വീണ്ടും ഈ ഒരു ലോക്ക് ഉണ്ടോ, ഈ തള്ളി നിൽക്കുന്ന അത് ആദ്യം നമുക്ക് ഈ ഒരു ഇതിലേക്ക് കയറ്റി കൊടുക്കണം കേട്ടോ. ഈ ഒരു സാധനം കയറ്റി കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ലോക്ക് ആകുമ്പോൾ എത്രയുള്ള കാര്യം. അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. ജസ്റ്റ് ഞാനിതൊന്ന് അഴിക്കുന്ന വീഡിയോ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നോളൂ കേട്ടോ. അപ്പോൾ അടുത്ത ഏതെങ്കിലും വീഡിയോസൊക്കെ ആയിട്ട് കാണാം.